ഹായ് ഹലോ ന്യൂമർസ് കാർസ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കയ്യിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ജപ്പാൻ ഇമ്പോർട്ടഡ് സെൻ ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. Always do it on my own, so I gotta get through it. And the only thing I know is to love what I'm doing. Never give up, never slow till I find out. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 97 മോഡൽ ജപ്പാൻ ഇമ്പോർട്ടഡ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വണ്ടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓവറോൾ ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ല നീറ്റായിട്ട് തന്നെ വണ്ടി കിടക്കുന്നത്. വേറെ സ്ക്രാച്ചസോ ഡെൻറ്റസോ ഇടിയോ തട്ടമുട്ടോ ഒന്നും കാണുന്നില്ല. നമുക്ക് ഫ്രണ്ട് ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ബമ്പറിലേക്ക് പോയി കഴിഞ്ഞാൽ നീറ്റായിട്ട് തന്നെ അവർ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ടിട്ടുണ്ട്. വേറെ സ്ക്രാച്ചസോ ഡെൻറ്റസോ കാര്യങ്ങളൊന്നുമില്ല. വേറെ തട്ടമുട്ടി ഇടിയൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. പിന്നെ നമുക്ക് ബോണറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ല നീറ്റായിട്ടുള്ള പെയിൻറ്റിങ് തന്നെ അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒറിജിനൽ ഹെഡ്ലൈറ്റ്സ് തന്നെ അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫെൻഡറൊക്കെ വേറെ തട്ടോ മുട്ടോ ഇല്ലാണ്ട് നല്ല നീറ്റായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, നമ്മൾ അലോയ് വീല് കയറ്റിയിട്ടുണ്ട് അവർ. അതേപോലെ തന്നെ ടയറും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ടയറിനൊക്കെ വരുമ്പോൾ നമുക്കൊരു എബോവ് 90% ടയർ അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് പാസഞ്ചർ ഡ്രൈവിംഗ് സൈഡിലേക്ക് വരുമ്പോൾ ഡോറൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. വേറെ സ്ക്രാച്ചസോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും കാണാനില്ല. ഓവറോൾ നല്ല നീറ്റാണ് വണ്ടി. പിന്നെ അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴും ആ ഡോർ അതേപോലെ തന്നെ നല്ല വൃത്തിക്ക് കാണാൻ സാധിക്കുന്ന, നല്ല വൃത്തിയായിട്ട് സ്ക്രാച്ചൊന്നും ഇല്ലാണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്കിലെ ടയറിൻ്റെ നമുക്ക് പറയുകയാണെങ്കിലും ഒരു എബോവ് 90% ടയർ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ബ്രേക്ക് ലൈറ്റൊക്കെ നല്ല ഒറിജിനൽ ബ്രേക്ക് ലൈറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. വേറെ കംപ്ലയിൻസോ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റോ ഒന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ ബമ്പറൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ബാഡ്ജിങ് ഒക്കെ അവിടെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. വേറെ തട്ടമുട്ട കാര്യങ്ങളൊന്നും കാണുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡ് ബാക്ക് വരുമ്പോഴും ടൈൽ ലാമ്പൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഒറിജിനൽ ടൈൽ ലാമ്പ് തന്നെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ടയർ ഭാഗം വരുമ്പോൾ ഒരു എബോവ് 50% ടയറാണ് ഈ സൈഡ് കാണുന്നത്. അതുപോലെ ഈ ഡോറുകളും നല്ല നീറ്റായിട്ട് തന്നെ നീറ്റായിട്ടുള്ള ക്വാളിറ്റി തന്നെ കാണാൻ സാധിക്കുന്നു. പിന്നെ നമുക്ക് ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോൾ ഡോറിന് വേറെ കംപ്ലയിൻസ് ഒന്നും ഇല്ല. അതുപോലെ തന്നെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഇല്ലാണ്ട് നീറ്റായിട്ട് തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഒരു 97 മോഡൽ സെൻ ഓട്ടോമാറ്റിക്കിലുണ്ടോ. ഓട്ടോമാറ്റിക് 97 മോഡൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഓട്ടോമാറ്റിക്കൊക്കെ ഉണ്ടോ എന്നുള്ളത് ആ ടൈമിൽ. അപ്പോൾ ഇതാണ് നമുക്ക് ഓട്ടോമാറ്റിക്കിൻ്റെ ലിവർ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് വണ്ടിക്ക് ഒരു സ്പോർട്ടി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവർ മോമോ സ്റ്റിയറിംഗ് ഒക്കെ കയറ്റിയിട്ടുണ്ട്. പിന്നെ 9-inch ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ കയറ്റിയിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ സീറ്റ് കവേഴ്സൊക്കെ അവർ നല്ല പുത്തനായിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും കാണാനില്ല. പിന്നെ ഡാഷ്ബോർഡൊക്കെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ടോപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻറ്റീരിയറിൽ പറയാനൊക്കെ ഇത്രേ ഉള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നും കാണാനില്ല. ഇനിയിപ്പോൾ നമുക്ക് എൻജിൻ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 97 മോഡൽ സെൻ ഓട്ടോമാറ്റിക്കാണ്. ജപ്പാൻ ഇമ്പോർട്ടഡ് ആയ വണ്ടി. ഈ വണ്ടിക്ക് വരുന്നത് ഒരു 1000 cc പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സൈഡിലേക്കൊക്കെ നോക്കി കാണാം, ഓയിൽ ലീക്സോ കാര്യങ്ങളൊന്നും കാണാനില്ല. പിന്നെ നമുക്ക് വശങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് ഇരിക്കണം. ഫ്ലഡോ കാര്യങ്ങളോ അങ്ങനെ മേജർ ആക്സിഡൻസോ ഈ വണ്ടിക്ക് വന്നിട്ടില്ല. അതേപോലെ തന്നെ നല്ല നീറ്റായിട്ട് തന്നെ എഞ്ചിൻ റൂം കണ്ടാൽ തന്നെ അറിയാം, നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ പേസ്റ്റിങ്ങിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും പൊട്ടിക്കാതെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്രോസ് ബമ്പറൊക്കെ വരുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. വേറെ വർക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ബാറ്ററി സൈഡൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല പുത്തൻ ബാറ്ററി തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഫുള്ള് നീറ്റായിട്ടാണ് നടക്കണത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് റേറ്റിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊടുത്തത് 97 മോഡൽ ജപ്പാൻ ഇമ്പോർട്ടഡ് സെൻ ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 1,25,000 ആണ്. റേറ്റ് നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമുക്കിപ്പോൾ ഈ നിലവിൽ ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ന്യൂമർസ് കാർസ് കേരളയിലാണ്. നമ്മളെ ഷോറൂം ഉള്ളത് ആലുവയിലാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമുക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യാം. അതുപോലെ തന്നെ ഇനിയും ഇതുപോലത്തെ വണ്ടികളായിട്ട് വന്നവരെ ബൈ.